അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എജു തൻസിൽ ഇസ്ലാമിക് തിയോളജിക്കൽ സ്കൂളിൻ്റെ എഹ്സാൻ ഗ്രാൻഡ് കിസിൻ്റെ സീസൺ 2 ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നിലകൊള്ളുന്നത്. ആ പുണ്യങ്ങളുടെ പൂക്കാലങ്ങൾ നമ്മിൽ നിന്നിങ്ങനെ അകന്നു പോവുകയാണ്. നമ്മൾ ഒന്നാമത്തെ 10 കഴിഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മഗ്ഫിറത്തിൻ്റെ റഹ്മത്തിൻ്റെ 10 അവസാനിച്ചു. മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കണം. കാരണം ഈ ഒരു അവസരം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നോമ്പ് വരുമ്പോൾ ഈ നിൽക്കുന്ന നമ്മളൊക്കെ ഈ ദുനിയാവിൽ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ഒരു വാറണ്ടിയോ ഇല്ലാതെ ജീവിക്കുന്നവരാണ് മനുഷ്യർ എന്നുള്ളത്. ഈ ഒരു സമയത്തും ഈ ലോകത്തിൽ നിന്നും അവസാനിച്ച് മറ്റൊരു ലോകത്തേക്ക് യാത്ര തിരിക്കേണ്ടവരാണ്. കാരണം നമ്മൾ ഇവിടെ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ആ ഇബാദത്തിൻ്റെ ആ പ്രതിഫലം വാങ്ങാൻ വേണ്ടി മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പുറപ്പെടേണ്ടവരുമാണ് നമ്മളെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഈ ദുആനെ അല്ലെങ്കിൽ എന്നുള്ള ഈ ദുആനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ചെയ്തു വെച്ച പാപങ്ങളുടെ കണക്ക് ഓരോ ദിവസത്തെയും നമ്മൾ എണ്ണി നോക്കുമ്പോൾ അതിന് അത്രത്തോളം കനവും തൂക്കവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആ കനങ്ങളും തൂക്കങ്ങളുമായിട്ട് അള്ളാഹുവിൻ്റെ പാപങ്ങളുടെ ഭാരവുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമുക്ക് നൽകാനുള്ളത് അവിടെ നരകങ്ങളാണ്, അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷയാണ്. അതിൻ്റെ പകരം അള്ളാഹുവിൻ്റെ എല്ലാ സുഖലോലുപതകളുമുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച പാപഭാരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള ആ കഴിവുകൾ കൊണ്ട് പുറത്തു തരാൻ നമുക്ക് ആവശ്യപ്പെടുക മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിനു വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുകയാണ്. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമ എന്നോട് പ്രാർത്ഥിക്കുക, അവനക്ക് ഞാൻ ഉത്തരം നൽകുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി പ്രത്യേകമായി നൽകിയ ഈ മാസത്തിൽ നമ്മൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചു, നോമ്പിൻ്റെ ഫർദുകളെ നമ്മൾ പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെയാണ് നോമ്പിൻ്റെ ഷർത്തുകൾ എന്നുള്ളത്. നോമ്പിൻ്റെ ഷർത്തുകളിൽ പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ മുസ്ലിമിന് നോമ്പ് നോൽക്കാം, പക്ഷേ അതിൻ്റെ ആ ഒരു കൂലി അല്ലെങ്കിൽ പ്രതിഫലം അതിൽ നൽകണമെങ്കിൽ അത് മുസ്ലിം ആയിരിക്കണം. 2, ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഹൈദരക്തം, പ്രസവരക്തം എന്നിവ പോലുള്ളവയിൽ നിന്നെല്ലാം മാറി നല്ല ശുദ്ധിയായിട്ടുള്ളവരായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പകല് മുഴുവൻ ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 3ാമതായിട്ട് നോമ്പിൻ്റെ ഷർത്തുകളിൽ പകല് മുഴുവൻ ബുദ്ധി ഉണ്ടായിരിക്കലാണ്. അതുപോലെ തന്നെ 4ാമത് പകൽ മുഴുവൻ നോമ്പ് നോൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കൽ. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നോമ്പിൻ്റെ ഷർത്തുകളിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, റമദാനിൻ്റെ വളരെ പവിത്രമായ മാസമാണല്ലോ റമദാൻ. പ്രാർത്ഥനകൾക്ക് 3 പേരുടെ പ്രാർത്ഥനകൾക്കാണ് പെട്ടെന്ന് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത് നമുക്ക് കാണാൻ പറ്റും, 3 പേരിൽ യാത്രക്കാരൻ, ആക്രമിക്കപ്പെട്ടവൻ. യാത്രക്കാരൻ്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആക്ക്. അതുപോലെ തന്നെ നോമ്പുകാരൻ്റെ പ്രാർത്ഥന. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് റമദാൻ മാസത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ ഏറ്റവും വേഗം ദുആകൾ സ്വീകരിക്കുന്ന ഒരു മാസം കൂടിയാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നോമ്പുകാരൻ്റെ, നമ്മൾ നോമ്പുകാരനാകുമ്പോൾ കൃത്യമായൊരു നോമ്പുകാരനായി മാറണം. ഒരു പട്ടിണി കിടക്കുന്നവനല്ല നോമ്പുകാരൻ എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നോമ്പുകാരനാകുന്നത്. ആ നോമ്പുകാരൻ്റെ പ്രാർത്ഥനക്കും ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോമ്പിൻ്റെ കറാഹത്തുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. നോമ്പിൻ്റെ കറാഹത്തുകൾ എന്ന് പറയുമ്പോൾ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം ആവശ്യമില്ലാതെ പല്ലു തേക്കൽ, ഇത് നമുക്ക് കറാഹത്താണ്. വായിൽ വല്ലതും വെച്ച് ചവക്കൽ, അത് കറാഹത്താണ്. ആവശ്യമില്ലാതെ ഭക്ഷണത്തിൻ്റെ രുചി നോക്കൽ, അതും കറാഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ അനാവശ്യമായ അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിക്കൽ,
ഇതും കറാഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കൽ, അതും കറാഹത്തിൽപ്പെട്ടതാണ്. വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുന്നതിനും അമിതമായിട്ട് പ്രവർത്തിക്കൽ, അതും കറാഹത്തിൽപ്പെട്ടതാണ്. വികാരം വിളക്കിവിടും വിധത്തിൽ ഭാര്യയുമായി ഇടപഴകൽ ഫർള് നോമ്പിൽ നിന്നത് ഇതെന്താണ് ഹറാമായ കാര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പിന്റെ കറാഹത്തുകളും ഷർത്തുകളും നമ്മൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ദുആക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നോമ്പിന്റെ ഓരോ പ്രവർത്തനങ്ങളും, നോമ്പിന് നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാലടികളും നമുക്ക് പ്രാർത്ഥനയിലായിരിക്കുക, അല്ലെങ്കിൽ അത് നീയത്തിലായിരിക്കുക. അപ്പോൾ ആ ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം അത് ധാരാളമാക്കുക. ഖുർആൻ പാരായണം, കാരണം ഖുർആൻ ഇറങ്ങിയതും റമദാൻ മാസത്തിലാണ്. അപ്പൊ നമ്മൾ അതിനെ കൂടുതൽ അടുത്ത് കൊണ്ടുവരിക. കാരണം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ബന്ധുക്കൾ ആരും നമ്മുടെ കൂടെ വരില്ല. കൂടെ വരാനുള്ളത് നമ്മൾ ഓതിയ, നമ്മൾ കൊണ്ടു നടന്ന, നമ്മൾ ഖിറാഅത്ത് ചെയ്ത നമ്മുടെ ഖുർആൻ മാത്രമായിരിക്കും. അപ്പോൾ ഈ നോമ്പിനെയും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ദുആകളെ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരിൽ പെടുത്തുമാറാകട്ടെ. ഈ ഒരു ഗ്രാൻഡ് ക്വിസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ വെറും ക്വിസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ ജീവിതത്തിൽ ഇതിനെ കൂടെ കൊണ്ട് നടന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി തോടിക്കൊണ്ട് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് അവൻ്റെ സ്വർഗം കണ്ട് മരിക്കുന്നവർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു എല്ലാത്തിനെയും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.